പടിക്കൽ കൊണ്ടുപോയി കലമുടയ്ക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റ് കരുത്താണ് ഏഷ്യ കപ്പ് ഫൈനലിൽ നമ്മൾ ഏവരും കണ്ടത്. ഫൈനലുകൾ ഇനിയും കളിക്കേണ്ടി വരും, തോൽവി നേരിട്ടേക്കാം. പക്ഷെ കഴിഞ്ഞ ദിവസം ദുബായിൽ ഇന്ത്യ ക്രിക്കറ്റ് ടീം നേരിട്ടതുപോലൊരു സമ്മർദ്ദം ഇതിനു മുമ്പ് ഒരു ഫൈനലിലും ഉണ്ടായി കാണില്ലെന്ന് ഉറപ്പാണ്. ടീം എത്ര കരുത്താണെങ്കിലും സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രം അടിപതറി വീഴാമെന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യൻ ടീം തന്നെ പലകുറി കാണിച്ചു തന്നിട്ടുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫി 2017 അതിശക്തമായി മുന്നേറി ഫൈനലിലെത്തി. താരതമ്യേന ദുർബലരായ പാകിസ്ഥാനോട് നിസ്സാരമായി തോറ്റു. കാരി സോബേഴ്സും വീവ് റിച്ചാർഡും ക്ലേവ് ലോയിഡും അണിനിരന്ന വിൻഡീസ് തലമുറയെ അനുസ്മരിപ്പിക്കുന്ന മുന്നേറ്റമാണ് 2 വർഷം മുൻപ് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ കാഴ്ചവെച്ചത്. ഫൈനലിലെ ടോസ് നിർണയത്തിൽ ടീമിനെ പിടികൂടിയ സമ്മർദ്ദം 8 നിലയിൽ പൊട്ടിച്ചു. ഏഷ്യ കപ്പ് 2025 ഫൈനലിൽ പാകിസ്ഥാൻ ഭാരതത്തിന് മുന്നിൽ വെച്ചത് 147 റൺസിന്റെ ലക്ഷ്യമാണ്. ദുബായിലെ വേഗം കുറഞ്ഞ പിച്ചിൽ ഈ സ്കോർ പോലും കടുത്തതായിരിക്കുമെന്ന് പറയേണ്ടതില്ല. പന്തിന് പുതുമയുള്ള സമയത്ത് പരമാവധി സ്കോർ ചെയ്യുക. പന്ത് പഴകും തോറും ബാറ്റിംഗിന് ദുഷ്കരമാകും. ദുബായ് പിച്ചിലെ വേഗം കുറഞ്ഞ ഔട്ട്ഫീൽഡിൽ രാത്രി കനക്കുന്നതനുസരിച്ച് തണുപ്പ് ബാധിക്കുക കൂടി ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഓപ്പണർ അഭിഷേക് ശർമ്മ വേഗത്തിൽ പുറത്തായതോടെ ടീം ഇന്ത്യ അപകടമണത്തു. ചില മത്സരങ്ങളിൽ അഭിഷേകിന്റെ തുടക്കം മാത്രമായിരുന്നു ഭാരത സ്കോറിന്റെ നട്ടെല്ല്. അഭിഷേകിന്റെ പുറത്താകലിന് പിന്നാലെ 4 ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടപ്പെടുത്തി നേടിയിരുന്നത് വെറും 20 റൺസ് മാത്രമായിരുന്നു. പിന്നീട് കണ്ടത് 17 വർഷം പിന്നിട്ട ഇന്ത്യൻ ക്രിക്കറ്റ് തലമുറയ്ക്ക് സമ്മാനിച്ച അതിജീവനത്തിന്റെ കരുത്ത്. ഒപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ താരങ്ങൾ നിർബന്ധമായും കളിക്കണമെന്ന് BCC കാട്ടിക്കൊണ്ടിരുന്ന കണിശതയുടെ പ്രഭാവം കൂടിയാണ്. T20 ലോക ചാമ്പ്യന്മാരാണ് ഇന്ത്യ. കഴിഞ്ഞ വർഷം ലോക കിരീടം നേടിയ ടീമിലെ പല പ്രമുഖരും ഇപ്പോൾ ടീമിനൊപ്പമില്ല. അടിമുടി മാറിയിരിക്കുന്നു. എന്നിട്ടും ഇന്ത്യക്ക് മികച്ച രീതിയിൽ പൊരുതാനായി. ഒടുവിൽ അവസാന ഓവറിൽ ജയിക്കാൻ 10 മേൽ റൺസ് വേണമായിരുന്നു. അപ്പോഴും നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ബാറ്റർമാരെയാണ് ക്രീസിൽ കാണാനായത്. ഇന്ത്യക്കെതിരെ കളിച്ച പാകിസ്ഥാനും കുറെ കൊല്ലങ്ങളായി കണ്ടുവരുന്ന നനഞ്ഞ പടക്കങ്ങളല്ലെന്ന് തെളിയിച്ചാണ് ഫൈനൽ വരെ എത്തിയത്. അതിനെതിരെയാണ് ഇന്ത്യ പക്കുമായ വിജയം കൈവരിച്ചിരിക്കുന്നത്.